അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഹ്ലൻ വസഹ്ലൻ മർഹബൻ ബിക്കും. 2025 ജൂൺ UGC നെറ്റ് അറബിക് പേപ്പറിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 131ാമത്തെ ചോദ്യം. നജീം മഹ്ഫൂസിൻ്റെ 4 നോവലുകൾ നൽകിയിട്ടുണ്ട്. കിഫാഹുൻ ത്വയ്യിബ, റിഹ്ലത്തു ബിനി ഫത്തൂമ, ഔലാദു ഹാറത്തിന, അസുലാസിയ. ഇതിനെ ഹസ്ബ തർത്തീബി സനത്തി തിബാഅത്തിഹ, ഇത് പ്രസിദ്ധീകരിച്ച വർഷം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ക്രമീകരിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പ്രസിദ്ധീകരിച്ച വർഷം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ക്രമീകരിക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ നോവലുകളുടെ ആദ്യം വന്നത് ഏതാണെന്നുള്ളതാണ് അറിയേണ്ടത്. ഓക്കെ, പെട്ടെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കിഫാഹുൻ ത്വയ്യിബ എന്നത് 944 റിഹ്ലത്തു ഇബ്നി ഫത്തൂമ 983 ഔലാദു ഹറത്തിന 959, സുലാസിയ 957. ഇതാണ് ഓരോ നോവലും പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം. ഇതിൽ ആദ്യമുള്ളത് കിഫാഹുൻ ത്വയ്യിബ. ഇത് നമുക്ക് നജീം മഹ്ഫൂസിൻ്റെ നോവലുകൾ ഓർത്തു വെക്കാനുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുലാസിയാത്തുകളാണ്. സുലാസിയത്തുൽ താരീഖിയ, സുലാസിയ താരീഖിയ എന്ന് പറയുന്ന ഒരു 3 നോവലുകളുണ്ട്. ആ മൂന്നുമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 3 നോവലുകൾ. അസുലാസിയ താരീഖിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 3 നോവലുകൾ. ഓക്കെ, അങ്ങനെ ഒരു പേര് വിളിക്കുന്നുള്ളൂ. അദ്ദേഹം അതിൻ്റെ ഒരു പേര് അങ്ങനെ ഇട്ടതല്ല. അസുലാസിയത്തു താരീഖ, ചരിത്രപരമായ നോവലുകളായതുകൊണ്ടാണ് അസുലാസിയത്തു താരീഖിയ. ഈ 3 നോവലുകളുമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നായിരിക്കും മിക്കവാറും നമ്മുടെ ഓപ്ഷനിൽ വരുന്ന ഒന്ന്. അസുലാസിയത്തു താരീഖിയ എന്ന് പറയുന്നത് ഒന്ന് അബസുൽ അഖ്ദാർ, നജീം മഹ്ഫൂസിൻ്റെ ഏറ്റവും ആദ്യത്തെ നോവൽ. അങ്ങനെ ചോദ്യം വന്നിരുന്നു. അബസുൽ അഖ്ദാർ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ നോവൽ. പിന്നെ റാദുബീസ്, ഇതാണ് രണ്ടാമത്തേത് ഈ സുലാസിയയിലെ. മൂന്നാമത്തേതാണ് നമ്മുടെ ചോദ്യത്തിലുള്ള കിഫാഹുൻ ത്വയ്യിബ. ഇത് മൂന്നും ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സുലാസിയത്തു താരീഖിയ എന്ന് ഇതിന് പേര് പറയുന്നത്, കിഫാഹുൻ ത്വയ്യിബ. ഇത് മൂന്നുമാണ് അസുലാസിയ താരീഖിയ. പിന്നെ നജീം മഹ്ഫൂസിൻ്റെ സുലാസിയത്തുൽ ഖാഹിറ, അതാണ് ഈ സുലാസിയ എന്ന് പറയുന്നത്. അതിനാണ് അദ്ദേഹം തന്നെ സുലാസിയത്തുൽ ഖാഹിറ എന്നുള്ള പ്രത്യേക പേരിൽ സുലാസിയത്തുൽ ഖാഹിറ. കൈറോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 നോവലുകൾ സുലാസിയത്തുൽ ഖാഹിറ. സുലാസിയത്തുൽ ഖാഹിറയിലും 3 നോവലുകളാണുള്ളത്. ബൈനൽ ഖസ്റൈൻ, ഖസ്റു ഷൗഖ്, സുക്രിയ എന്ന് പറയുന്ന ഒന്ന്. ബൈനൽ ഖസ്റൈൻ, ഖസ്റു ഷൗഖ്. ബൈനൽ ഖസ്റൈന്, ഖസ്റു ഷൗഖ്. മൂന്നാമത്തേത് അസുക്രിയ. ഇത് മൂന്നുമാണ് സുലാസിയത്തുൽ ഖാഹിറ എന്ന് പറയുന്ന നോവലുകൾ. ഈ 3 നോവലുകളും ഏകദേശം 957 അവസാനത്തെ 2. 956 3 കൂടി പറയുമ്പോൾ 987 3 കൂടി ഒരു 3 ഭാഗങ്ങളാണ് ഒറ്റയടിക്ക് പ്രസിദ്ധീകരിക്കുന്നത്. 987 പൂർത്തിയാവുന്നത് തിബാഅത്ത്. ഓക്കെ, അപ്പോൾ ഇത് സുലാസിയത്തുൽ ഖാഹിറ. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ബൈനൽ ഖസ്റൈനോ, ഖസ്റു ഷൗഖ്, സുക്രിയ, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ നോവലുകളായതുകൊണ്ട്. സുലാസിയത്ത് താരീഖിയയിൽ ഉണ്ടാകുന്നത് ഈ 3 ഇത് ആദ്യത്തേതിലേക്കായിരിക്കും നമ്മൾ കാണുക. പിന്നെ 980 ഔലാദ് ഹറത്തിന് ഫേമസ് ആണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 989 അദ്ദേഹത്തിന് പിന്നീട് നോവൽ പ്രൈസ് കിട്ടിയത് ഈ ഒരു ഔലാദ് ഹറത്തിന് എന്നുള്ള നോവൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈകി വന്ന ഒരു നോവലാണ് റിഹ്ലത്തു ബിനി ഫത്തൂമ. 983 റിഹ്ലത്തു ബിനി ഫത്തൂമ. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം വരുന്നത് നമുക്ക് കിഫാഹു ത്വയ്യിബ നമ്മൾ അറിയുന്നതാണെന്നുണ്ടെങ്കിൽ ഹംസ ആദ്യം വരുന്നത് കിഫാഹു ത്വയ്യിബ, പിന്നീട് ജീമാണ്, പിന്നീട് ദാലാണ് വരുന്നത് ഹംസ, പിന്നീട് ദാൽ, സുലാസിയ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തേതാണ് ശരിയായ ഉത്തരം. ജീമാണ് മൂന്നാമത്തേത്, ഔലാദ് ഹറത്തിന് അവസാനത്തേത് റിഹ്ലത്തു ബിനി ഫത്തൂമ. 132ാമത്തെ ചോദ്യം. റത്തിബ് ഉദബാ അൽ മുഹ്ജറിൽ മദ്കൂരീൻ. ഉദബാ ഉൽ മുഹ്ജർ ആണ് എല്ലാവരും. അവരെ ഹസ്ബ തർത്തീബി സമനി വഫാത്തിഹിം, വഫാത്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ക്രമീകരിക്കാനാണ്. 4 പേരും റാബിത്തത്തുൽ ഖലമിയയുടെ ആളുകളാണ്. റാബിത്തത്തുൽ ഖലമിയയുടെ റഈസുൽ അവ്വൽ ജിബ്രാൻ ഉണ്ട്. പിന്നെ റഈസുസാനി മീഖായിൽ നഈമയുണ്ട്. ഓക്കെ, അവരുടെ മരണവർഷം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ക്രമീകരിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മീഖായിൽ നഈമ 889 മുതൽ
988 വരെയാണ് മീഖായിൽ നൈമ. ഒരു നൂറ്റാണ്ടിൻ്റെ അടുത്ത് തന്നെ പറയാം. നോക്കൂ, 89 ജനിച്ച് 988 എന്ന് വെച്ചാൽ 99 വയസ്സ്. ഓക്കെ. പിന്നെ നസീബ് അരിള 887 ജനിച്ച് 949 മരണപ്പെട്ടത് നസീബ് അരിള. മീഖായിൽ നൈമയുടെ മുമ്പ് മരണപ്പെട്ട ആൾ നസീബ് അരിള തന്നെയാണ്. 949 അദ്ദേഹം മരിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ ജനിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലിയ അബു മാലി 889 ജനിച്ച് 957 മരിച്ചു ഇലിയ അബു മാലി. ജിബ്രാൻ 883 to 931. ഇത് നമ്മൾ റയീസുൽ അവൽ ജിബ്രാനാണ്, റയീസു സാനി മീഖായിൽ നൈമയാണ് എന്ന് ഓർത്തിട്ട് അതിൻ്റെ ഇടയിൽ നസീബ് അരിള മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതിലുള്ള അംഗത്തായിരുന്നു, പക്ഷെ അദ്ദേഹം നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ആദ്യകാല ജിബ്രാൻ കഴിഞ്ഞാൽ പിന്നെ നസീബ് അരിളയാണ് വരുന്നത് മരണം നോക്കുന്ന സമയത്ത്. ജനനവും അങ്ങനെ തന്നെ വരുന്നത്. പിന്നീട് രണ്ടുപേരും ഒരേ വർഷം വരുന്നത് മീഖായിൽ നൈമയും ഇലിയ അബു മാലിയാണ്. പക്ഷേ മരണം നോക്കുന്ന സമയത്ത് ആദ്യം ഇലിയാണ്, പിന്നീടാണ് മീഖായിൽ നൈമ. അപ്പോൾ ഓപ്ഷൻ ആദ്യം ദാല് വന്ന് പിന്നെ ദാല്. ഓക്കെ, ദാല് എന്ന് പറഞ്ഞാൽ ജിബ്രാൻ കഴിഞ്ഞാൽ പിന്നെ നസീബ് അരിള ബ ആണ്, പിന്നീട് ഇലിയ അബു മാലി, മീഖായിൽ നൈമ. മീഖായിൽ നൈമ ഒരു നമ്മൾ ഓർത്തു വെക്കുക, അദ്ദേഹത്തിൻ്റെ വർഷം ഓർക്കപ്പെട്ടെന്ന് നമുക്ക് ഒരു ഫാൻസി നമ്പറാണ്. 889 മുതൽ 988 വരെ എന്നുള്ള ഒരു 99 വർഷം. 133ാമത്തെ ചോദ്യം. മാദാ ഖസ്റൽ ആലം ബിൻ ഹിതാത്തുൽ മുസ്ലിമീൻ എന്ന അബുൽ ഹസൻ നദ്വിയുടെ മാസ്റ്റർ പീസ് ഗ്രന്ഥം, അത് അവൽ മാ തുബിഅ ബി മിസ്ർ, ഈജിപ്തിലാണ് ആദ്യം അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അത് ഏത് വർഷമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആദ്യമായിട്ട് എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം 1951 എന്നതാണ്. അബുൽ ഹസൻ നദ്വിയുടെ ആദ്യത്തെ ഗ്രന്ഥം, അദ്ദേഹത്തിൻ്റെ രചനകൾ തുടങ്ങിയതിൻ്റെ ഫസ്റ്റ് കോൺട്രിബ്യൂഷനാണ് മാദാ ഖസ്റ. അത് തന്നെയാണ് ഇത്രമാത്രം ചർച്ചയാവുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ബാഖൂറത്ത് മുഅല്ലഫാത്തിഹി, ബാഖൂറത്ത് എന്ന് പറഞ്ഞാൽ ആദ്യ കൃതിക്കാണ് പറയാം, ബാഖൂറത്ത് മുഅല്ലഫാത്തിഹി ആദ്യത്തേത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയാണ് മാദാ ഖസ്റൽ ആലം ബിൻ ഹിതാത്തുൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾ പിന്നോട്ട് പോയത് കൊണ്ട് ലോകത്തിന് പലതും നഷ്ടപ്പെടുകയാണ് ചെയ്തത് എന്നാണ് അതിലൂടെ അദ്ദേഹം സമർത്ഥിക്കുന്നത്. 1951 അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ലജ്നത്തു തഅലീഫ് വ തർജമ വൻ നശ്ർ ഫി മിസ്ർ എന്ന പ്രസിദ്ധീകരണശാലയാണ് പ്രസിദ്ധീകരിക്കുന്നത്. ദുക്തൂർ അഹ്മദ് അമീനാണ് ഇതിൻ്റെ മുഖവുര മുഖദ്ദിമ എഴുതിയിട്ടുണ്ടായിരുന്നത്. ദുക്തൂർ അഹ്മദ് അമീൻ, നമ്മൾ അഹ്മദ് അമീൻ ഫജറുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം ഒക്കെ പറയുന്ന അഹ്മദ് അമീൻ ഉണ്ടല്ലോ, അദ്ദേഹമാണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ മുഖദ്ദിമ എഴുതിയത്. അബുൽ ഹസൻ നദ്വി ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയിട്ട് അദ്ദേഹം ഈജിപ്തിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുത്ത സമയത്ത് അഹ്മദ് അമീന് അവർ തമ്മിലുള്ള എന്താ പറയുക കറസ്പോണ്ടൻസ്, മെയില് സംഭാഷണങ്ങളൊക്കെ നടന്നു. അഹമ്മദ് അമീൻ അവസാനം പ്രസിദ്ധീകരിക്കാൻ നേറ്റു. അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമ, ഒരു ചെറിയ മുഖദ്ദിമൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചു. പക്ഷേ ഞാൻ അതിൽ സംതൃപ്തനായിരുന്നില്ല. പിന്നീടും ആ പുസ്തകം പല ആളുകളും അത് കാണുകയും അവരുടെയൊക്കെ നല്ല അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തതിനു ശേഷം പിന്നീട് നല്ല മുഖവരോടുകൂടെ വീണ്ടും അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അപ്പോൾ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഈജിപ്തിൽ വെച്ചിട്ടാണ്, 1951. 5 ചാപ്റ്ററുകളാണ് ഇതിനുള്ളത്, 5 ബാബുകളാണുള്ളത്. ഒന്ന് അൽ അസ്റുൽ ജാഹിലി കാലഘട്ടത്തിൻ്റെ അവസ്ഥകൾ, പിന്നെ മിനൽ ജാഹിലിയത്തിൽ ജാഹിലിയത്തിൽ നിന്നും ഇസ്ലാമിലേക്കുള്ള ആ ഒരു പരിവർത്തനം, ആ ചേഞ്ച് പീരീഡ്. പിന്നെ അൽ അസ്റുൽ ഇസ്ലാമിയിലെ ആ ഒരു സമ്പൂർണ്ണ കാലഘട്ടം അല്ലെങ്കിൽ സുവർണ കാലഘട്ടം. അതിനുശേഷം അൽ അസ്റുൽ ഔറുബി, യൂറോപ്യ കാലഘട്ടം എത്തിയ സമയത്ത് ഇസ്ലാം പിന്നോട്ട് പോയ സമയത്ത് എന്തെല്ലാം നഷ്ടപ്പെട്ടു. ഖിയാദത്തുൽ ഇസ്ലാമിൽ ആലം, ഇസ്ലാമിന് വേണ്ടിയിട്ട്, ലോകത്തിന് വേണ്ടിയിട്ട് ഇസ്ലാം എങ്ങനെയൊക്കെയാണ് മാതൃകയായത്. ഈ 5 ചാപ്റ്ററുകൾ അടങ്ങിയ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് മാദാ ഖസ്റൽ ആലം ബിൻ ഹിതാത്തുൽ മുസ്ലിമീൻ എന്നത്. അയ്യുൽ കലിമാത്തിൽ ആത്തിയ തുഅറബു മഫ്ഊലൻ ബിഹി ലിഫിഅലിൻ മഹ്ദൂഫിൻ വുജൂബൻ, കളയപ്പെട്ട ഒരു ഫിഅലിൻ്റെ മഫ്ഊലായിട്ട് താഴെയുള്ളതിൽ ഏതാണ് വരുന്നത് എന്നാണ് ചോദ്യം. മഫ്ഊല് ബിഹി ആയിട്ട് വരുന്നത് തുഅറബു മഫ്ഊലൻ ബിഹി. മഫ്ഊല് 5 ഇനുണ്ട്. മഫ്ഊല് ബിഹി ഉണ്ട്, മഫ്ഊല് ലഹു ഉണ്ട്, മഫ്ഊല് ഫീഹി ഉണ്ട്, മഅഹു ഉണ്ട്, മഫ്ഊല് മുത്ലഖ് ഉണ്ട്. ചോദ്യം മഫ്ഊല് ബിഹി ആണ്. ആ മഫ്ഊല് ബിഹിയുടെ ഫിഅല് നിർബന്ധമായും കളയപ്പെടുന്നതാണ്. അങ്ങനത്തെ ഉദാഹരണം സീറു സൈറൻ ഫി സിർത്തു സൈറൻ ഹതീസൻ, ഞാൻ സാവധാനം നടന്നു. ഹതീസൻ എന്ന് പറഞ്ഞാൽ ഞാൻ സാവധാനം നടന്നു. സിർത്തു ഞാൻ സഞ്ചരിച്ചു, സൈറൻ നടത്തം, ഹതീസൻ സാവധാനം സ്ലോ ആയിട്ട് ഞാൻ നടന്നു. അപ്പോൾ ഈ സൈറൻ എന്ന് പറയുന്നത് മഫ്ഊൽ മുത്തലഖാണ്, മഫ്ഊൽ മുത്തലഖ്. ഓക്കെ,
മഫ്ഊല് മുത്ലഖാണ്, മഫ്ഊല് ബിഹി അല്ല. മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഅലിനെ അതിൻ്റെ തന്നെ മസ്ദർ മഫ്ഊലായിട്ട് വരുന്നതിനെ മഫ്ഊൽ മുത്ലഖ് എന്ന് പറയാം. അത് 3 ലക്ഷ്യങ്ങൾക്കാണ്. ഒന്ന് തഅക്കീദിനാകാം, അല്ലെങ്കിൽ ബയാനുൽ അദദ് എണ്ണം വിശദീകരിക്കാനാകാം, അല്ലെങ്കിൽ ബയാനുൻ നൗഅ് അത് ഇനം വിശദീകരിക്കാനാകാം. ഇവിടെ ഇനം വിശദീകരിക്കാനാണ്. ഞാൻ ഏത് ടൈപ്പ് ഓഫ് നടത്താണ് നടന്നത്? സൈറൻ ഹസീതൻ, പതുക്കെ ഉള്ള നടത്തമാണ് നടന്നത്. ഓക്കെ, മഫ്ഊൽ മുത്ലഖാണ്. സിർതു സൈറൻ ഹസീതൻ, ലറബ്തു ലർബൻ ഷദീദൻ, ഇതൊക്കെ മഫ്ഊൽ മുത്ലഖിൻ്റെ ഇനത്തിൽ വരും. എന്ന് വെച്ചാൽ ഏതാണോ ഫീല് ആ ഫീലിൻ്റെ തന്നെ മസ്തർ മഫ്ഊലായിട്ട് വരുന്നതിനെയാണ് മഫ്ഊൽ മുത്ലഖ് എന്ന് പറയാം. മസ്തറായിരിക്കും എപ്പോഴും. കിതാബൻ, ഫി ഖറഅതു കിതാബൻ, ഞാനൊരു പുസ്തകം വായിച്ചു, അത് മഫ്ഊൽ ബിഹിയാണ്, നോർമൽ മഫ്ഊൽ ബിഹിയാണ്. പക്ഷെ അതിൻ്റെ ഫീൽ അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. ഫീല് കളയേണ്ട ആവശ്യമൊന്നുമില്ല, മഫ്ഊൽ ബിഹിയാണ്. നമ്മുടെ ചോദ്യം വന്നത് ഫീല് കളയപ്പെടുന്ന മഫ്ഊൽ ബിഹി ഏതാണ് എന്നാണ് ചോദ്യം. സബാഹൻ, ഫി സാറനി മുഹമ്മദുൻ, മുഹമ്മദ് എന്നെ സന്ദർശിച്ചു. സബാഹൻ, രാവിലെ സന്ദർശിച്ചു. രാവിലെ എന്നുള്ളത് ഒരു സമയമാണ്, സമയത്തെ പ്രതിനിധീകരിക്കുന്ന പദമാണെന്നുണ്ടെങ്കിൽ, സമയമോ സ്ഥലമാണെങ്കിൽ അത് മഫ്ഊൽ ഫീഹി, ആ സമയത്തിൽ. ഫീഹി എന്ന് പറയല്ലോ, മഫ്ഊൽ ഫീഹി, അതിന് ലർഫ് എന്നും പേരുണ്ട്. മഫ്ഊൽ ഫീഹിയാണ്. ഏതെങ്കിലും ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഗണിക്കുന്നത് മഫ്ഊൽ ഫീഹി ആയിട്ടാണ് ഗണിക്കുന്നത്. സാറനി മുഹമ്മദുൻ സബാഹൻ എന്നുള്ളത് മഫ്ഊൽ ഫീഹിയാണ്. അഹ്ലൻ വസഹ്ലൻ ബിക്, അഹ്ലൻ വസഹ്ലൻ ബിക് എന്ന് പറഞ്ഞാൽ അറബിയിൽ വെൽക്കം ചെയ്യുന്ന സമയത്ത് അഹ്ലൻ വസഹ്ലൻ ബിക് എന്ന് പറയാറുണ്ട്. ഈ അഹ്ലൻ വസഹ്ലൻ ബിക് എന്നുള്ളതിൽ അഹ്ലൻ എന്നുള്ളതിൻ്റെ ഇറാബ് അത് മഫ്ഊൽ ബിഹിയാണ്. ലിഫിഅലിൻ മഹ്ദൂഫിൻ വുജൂബൻ, കളയപ്പെട്ട ഒരു ഫിഅലിൻ്റെ മഫ്ഊൽ ബിഹിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹലൽതും അഹ്ലൻ വ നസൽതും സഹ്ലൻ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം. ഹലൽത, നിങ്ങൾ വന്നിട്ടുള്ളത്, അഹ്ലൻ നിങ്ങളുടെ വീട്ടുകാരിലേക്കാണ്. എന്ന് വെച്ചാൽ ഇതൊരു അന്യ വീടായിട്ട് നിങ്ങൾ കാണണ്ട, നിങ്ങളെ സ്വന്തം വീട്ടിലേക്ക് വന്ന പോലെ കരുതിയാൽ അതാണ് അഹ്ലൻ. അഹ്ലൻ ഈ വീട്ടിലെ ഒരാളായിട്ട് നിങ്ങൾ കടന്നു വന്നോളൂ. നിങ്ങൾ വന്നിട്ടുള്ളത് ഹലൽത അഹ്ലൻ, നിങ്ങളുടെ അഹ്ലിലേക്കാണ്. ഹല്ല എന്ന് പറഞ്ഞാൽ നസല, നിങ്ങൾ വന്നിട്ടുള്ളത്, അതിഥിയായി വന്നിട്ടുള്ളത്. വസഹ്ലൻ ബിക എന്നുള്ളത് വ നസൽത, നിങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്, വന്നു ചേർന്നിട്ടുള്ളത്, സഹ്ലൻ ഒരു നല്ല പ്രദേശത്തേക്കാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആശ്വാസകരമായ സുഖകരമായ ഒരു സ്ഥലമായിട്ട് നിങ്ങൾ കണ്ടോളൂ, നിങ്ങളുടെ വീട്ടുകാരായി ഞങ്ങളെ പരിഗണിച്ചോളൂ, നിങ്ങൾക്ക് സ്വാഗതമാണ്. ഇതാണ് അറബിയിലെ ഈ സ്വാഗതം എന്നതിൻ്റെ അതിൻ്റെ ശരിയായ അതിൻ്റെ പ്രയോഗം, അർത്ഥം. എന്നാൽ ഇത് ആ പ്രയോഗത്തിൽ നിർബന്ധമായി ഇത് കളയപ്പെടുന്നത് അഹ്ലൻ വ സഹ്ലൻ എന്ന് മാത്രമേ പറയാറുള്ളൂ. ഹലൽത അഹ്ലൻ വ നസൽത സഹ്ലൻ എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ പ്രയോഗം. അപ്പോൾ മഫ്ഊൽ ബിഹിയാണ്. ലിഫിഅലിൻ മഹ്ദൂഫിൻ, ആ ഫിഅൽ മഹ്ദൂഫാണ്, വുജൂബൻ എപ്പോഴും കളയപ്പെടാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അയ്യുൽ ബയാനാത്തി താലിയ, താഴെയുള്ളതിലെ ഏത് വിശദീകരണ സ്റ്റേറ്റ്മെൻ്റ് ആണ് ലൈസ സഹീഹത്തൻ, ശരിയല്ലാത്തത്? അബുൽ അസ്വദ് ദുവലി എന്നവരാണ് അവലുമൻ വല ഇൽമുൻ നഹ്വ്, ഇൽമുൻ നഹ്വിൻ്റെ സ്ഥാപകൻ. ശരിയാണ്. ഇൽമുൻ നഹ്വ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇൽമുൻ നഹ്വ് ആ നിയമങ്ങളൊക്കെ തുടക്കം കുറിച്ചത് അബുൽ അസ്വദ് ദുവലിയാണ്. ശുദ്ധമായ ഖുർആനിൽ ഇങ്ങനെ തെറ്റുകളൊക്കെ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ഏൽപ്പിച്ചതാണ് ഇങ്ങനെ ഫായിലും മഫ്ഊലും കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കണം. അബുൽ അസ്വദ് ദുവലിയ കൃത്യം ചെയ്യുകയും ചെയ്തു. അദ്ദേഹമാണ് ഖുർആനിന് ഷക്കില് അവലുമൻ ഷക്കലൽ മുസ്ഹഫ, ഖുർആനിന് ഷക്കില് ഹർക്കത്ത് നൽകിയത് അദ്ദേഹമാണ്. അവലുമൻ ഷക്കല, ഖുർആനിന് ഷക്കില് നൽകിയത് അൽ മുസ്ഹഫ, വിശുദ്ധമായ ഖുർആനിന് ഷക്കിൽ നൽകിയത് ഇദ്ദേഹം. പക്ഷേ ഇദ്ദേഹം നൽകിയ ഷക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഫത്ഹ് കസ്ർ ലം എന്നുള്ളതല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ അതിന് വേറെ സിമ്പലുകളായിരുന്നു ഉപയോഗിക്കപ്പെട്ടിരുന്നത്. പുള്ളിക്കുത്തായിരുന്നു, താഴെ പുള്ളി, അടിയിൽ പുള്ളി, ഫത്ഹ് കസ്റിനൊക്കെ പകരമായിട്ട്. അപ്പോൾ എന്നാലും ആദ്യത്തെ ഈ ഒരു ശ്രമം നടത്തിയത് അബുൽ അസ്വദ് ദുവലി ആയിരുന്നു. പിന്നീട് അത് പരിഷ്കരിച്ച് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഹർക്കത്ത് ആക്കി മാറ്റിയത് അത് ഖലീൽ ബിൻ അഹ്മദുൽ ഫറാഹിദി, ഖലീൽ ബിൻ അഹ്മദുൽ ഫറാഹിദിയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഷക്കിൽ, അഷ്ഷക്കിലുൽ ഹദീസ്, ഖലീൽ ബിൻ അഹ്മദ്, അഷ്ഷക്കിലുൽ ഹദീസ്. നമ്മുടെ ഇന്നത്തെ പുതിയ രീതിയിലുള്ള ഈ ഒരു ഷക്കിൽ കണ്ടെത്തിയതും അത് ഖുർആനിൽ അപ്ലൈ ചെയ്തതും ഖലീൽ ബിൻ അഹ്മദുൽ ഫറാഹിദിയാണ്. അബുൽ അസ്വദ് ദുവലി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിഅ്സത്തിന് മുമ്പേ, നബി ആവുന്നതിന് മുമ്പേ അദ്ദേഹം ഉണ്ടായിരുന്നു. നബിയുള്ള ജീവിതകാലത്ത് അദ്ദേഹം വിശ്വസിച്ചിരുന്നു, മുഅ്മിനായിരുന്നു. പക്ഷേ നബിയെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അബുൽ അസ്വദ് ദുവലി നേരിട്ട് കണ്ടിട്ടില്ല.
നബിയുടെ കാലത്ത് അദ്ദേഹം ഉണ്ട്, പക്ഷെ അത്തരം ആളുകൾക്ക് നമ്മൾ സഹാബി എന്ന് വിളിക്കുകയില്ല. സഹാബി എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നബിയെ നേരിട്ട് ഒരു നിമിഷമെങ്കിലും കാണണം. അങ്ങനത്തെ ആളുകൾക്ക് മാത്രമാണ് സഹാബി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ താബിഈ എന്നുള്ള ഗണത്തിലാണ് ഉൾപ്പെടുത്തുക. നബിയുടെ കാലത്ത് ജീവിച്ചിട്ടുണ്ട്, വലാകിന്നഹു ലം യറഹു, അതുകൊണ്ട് മിൻ കിബാരി താബിഈൻ അത്താബിഈ, സഹാബികളെ കണ്ട ആളുകൾക്കാണ് താബിഈ എന്ന് പറയുക. കണ്ടു എന്ന് മാത്രമല്ല, അവരെ അനുധാവനം ചെയ്ത ആളുകൾക്കാണ് താബിഈ എന്ന് പറയാം. ഇദ്ദേഹത്തിന് മലിക്കുൻ നഹ്വ് എന്നാണ് ലഖബ്. നഹ്വിൻ്റെ വാലി ആണ്, മുഅസ്സിസ് ആണ്. അതുകൊണ്ട് തന്നെ മലിക്കുൻ നഹ്വ്, നഹ്വിൻ്റെ രാജാവ് എന്ന് ഇദ്ദേഹത്തിന് സ്ഥാനപ്പേര് വിളിക്കാറുണ്ട്. അബുൽ അസ്വദ് ദുവൈലി. ഇബ്നു ഖൽദൂനെ പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം തുനീഷ്യക്കാരനായിരുന്നു. അവ്വലു മൻ അസ്സസ ഇൽമൽ ഇജ്തിമാ, സാമൂഹ്യശാസ്ത്രം, സോഷ്യൽ സയൻസിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന ഇബ്നു ഖൽദൂനാണ്. ഇൽമുൽ ഇജ്തിമാ അൽ ഹദീസ്, ആധുനിക സോഷ്യൽ സയൻസിൻ്റെ സ്ഥാപകനായിട്ട് പരിചയപ്പെടുത്തപ്പെടുന്നത് ഇബ്നു ഖൽദൂനാണ്. ഇബ്നു ഖൽദൂൻ്റെ മുഖദ്ദിമ എന്ന ഗ്രന്ഥമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കിതാബാണ് കിതാബുൽ ഇബർ. ആ കിതാബുൽ ഇബറിൻ്റെ മുഖദ്ദിമയായിരുന്നു അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നു. അൽ ഖവാറസ്മി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഖവാറസ്മി എന്ന് പറയുന്ന പണ്ഡിതന് അദ്ദേഹം അവ്വലു മൻ വളഅ ഇൽമുൽ ജബ്ർ, ആൽജിബ്ര, ഇൽമുൽ ജബ്ർ, അത് ആദ്യമായി സ്ഥാപിച്ചത് ഖവാറസ്മിയാണ് എന്നതും ശരിയാണ്. ഖവാറസ്മിയാണ് ആൽജിബ്ര ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. മുസ്ലിം സാഹിത്യകാരന്മാരിലെ പ്രമുഖരായ ഒരാളായിരുന്നു ഖവാറസ്മി, മാത്സിലുള്ള സംഭാവന. ഇബ്നു ഖല്ലിക്കാൻ അവ്വലു മൻ വളഅ ഇൽമു സർഫ് ആദ്യം സ്ഥാപിച്ചത് ഇബ്നു ഖല്ലിക്കാൻ ആണെന്നുള്ളത് തെറ്റാണ്. ഇബ്നു ഖല്ലിക്കാൻ അദ്ദേഹം ചരിത്രകാരനായിരുന്നു. അദ്ദേഹത്തിന് ചരിത്രത്തിൽ വഫയാത്തുൽ അയ്യാൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. അദ്ദേഹം സർഫുമായിട്ട് കാര്യമായ ബന്ധങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ദാലാണ്, മൂന്നാമത്തതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 116. മാ നൗഉൽ ഇൻഷാ ഫി ഖൗലിഹി തആല വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ് എന്ന അള്ളാഹുവിൻ്റെ ഈ ഒരു വാക്ക്, ഇതിൽ ഇൻഷാ ഏത് ടൈപ്പ് ഓഫ് ഇൻഷാ ആണ്? ഇൻഷാ പല രീതിയിൽ വരാറുണ്ട്. ഇൻഷാ അറബിയിലുള്ള, നമ്മൾ ഇൽമുൽ മാനിൽ പഠിക്കുന്ന കാര്യമാണ്. അറബിയിലുള്ള ഏതൊരു സ്റ്റേറ്റ്മെൻറ്റും ഒന്നുകിൽ ഖബർ, ഇൻഷാ എന്നുള്ള രണ്ട് രീതിയിൽ നമുക്ക് ഇനം തിരിക്കാൻ പറ്റും. ഖബർ, നോർമൽ സ്റ്റേറ്റ്മെൻറ്റുകൾക്കാണ് ഖബർ എന്ന് പറയാം. പിന്നെ ഇൻഷാ, ഖബർ എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ സിദ്ഖ്, കദിബ് എന്നുള്ള നമുക്ക് പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്കാണ് ഖബർ എന്ന് പറയാം. എന്ന് വെച്ചാൽ ദുബായിയുടെ UAE ക്യാപിറ്റൽ സിറ്റി അബുദാബിയാണ്, അത് ഒരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ നാളെ അവധി ദിവസമാണ്, അതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഈ ശരി തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്കാണ് ഖബർ എന്ന് പറയുക. ട്രൂ ഓർ ഫാൾസ് എന്ന് പറയാൻ പറ്റും. ഇതാണ് ഖബർ. എന്നാൽ ഇൻഷാ എന്ന് പറയുന്നത് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അതൊരു എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടാക്കാനാണ് അത് ആവശ്യപ്പെടുന്നത്. നീ എഴുന്നേറ്റ് നിൽക്കൂ എന്ന് ഒരാൾ പറയുന്ന സമയത്ത് നീ എഴുന്നേറ്റ് നിൽക്കൂ എന്നുള്ളത് സത്യമാണ്, ശരിയാണോ എന്നുള്ളതിന് പ്രസക്തിയല്ല. അത് ഒരാളോട് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി ഇൻഷാ, നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ്. ഇൻഷാ എന്നുള്ളതിൽ അമ്ർ വരും, നെഹി നിരോധന വരും, പിന്നെ തമന്നി നമ്മുടെ ആഗ്രഹം പ്രകടിപ്പിക്കൽ വരും, പിന്നെ തഅജ്ജുബ് അത്ഭുതം കൂർന്നത് വരും. അപ്പോൾ ഇതൊന്നും എന്തല്ല, നമുക്ക് എന്തൊരു താജ്മഹൽ എന്തൊരു രസാലേ കാണാൻ, എന്തോ ഒരു രസമാണ്. മാ അജ്മല താജ്മഹൽ എന്ന് പറയുന്ന സമയത്ത് എന്ത് രസമാണ് എന്ന് പറയുന്നത്, ആ അത്ഭുതം കൂറി പറയുന്നത് അത് സത്യമാണോ ശരിയാണോ എന്നുള്ളതല്ല, അത് അയാളുടെ അത്ഭുതം കൂറിയിട്ടുള്ള അയാളുടെ ഒരു എക്സ്പ്രഷൻ, ഫീലിംഗ് എക്സ്പ്രസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തഅജ്ജുബ് ഇതൊക്കെ ഇൻഷായിൻ്റെ കീഴിൽ വരുന്നതാണ്. പിന്നെ ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ്, ഇസ്തിഫാമൊക്കെ ഇൻഷായിൽ വരുന്ന കേട്ടോ. ഇസ്തിഫാം, നമ്മൾ ചോദ്യം ചോദിച്ചു. ഐന അൽ മക്തബ, ലൈബ്രറി. ഇസ്തിഫാം, ലൈബ്രറി എവിടെയാണ് എന്ന് ചോദിച്ച സമയത്ത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല. ലൈബ്രറി എവിടെയാണെന്ന് ചോദിച്ചാൽ ഫി ജിവാരിൽ മസ്ജിദ്, പള്ളിയുടെ അടുത്താണ് എന്നുള്ള രീതിയിലാണ് അതിന് മറുപടി വരേണ്ടത്. വലാ തഖൂലു, നിങ്ങൾ പറയരുത്, ലിമാ തസിഫു അൽസിനതുകും, നിങ്ങളുടെ മനസ്സും ദേഹേച്ഛയും പറയുന്നതിനനുസരിച്ച് അൽ കദിബ, നിങ്ങൾ കള്ളം പറയരുത്, ഇത് ഹലാലാണ് ഇത് ഹറാമാണ് എന്ന് നിങ്ങളുടെ സ്വയം ഇഷ്ടപ്രകാരം നിങ്ങൾ തീരുമാനിക്കരുത് എന്നുള്ള പറയുന്നുണ്ട്. വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ്, നിങ്ങളുടെ നാവുകൾ പറയുന്നത് പ്രകാരം നിങ്ങൾ കള്ളം പറയാൻ പാടില്ല, ഹലാലാണ് ഹറാം എന്നുള്ള വിഷയത്തിൽ. അത് സത്യസന്ധമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഇത് ലാ തഖൂലു എന്നത് നഹിയാണ്, നിരോധനയാണ്.
അമ്രല്ല. നിദാ വരുന്നത് ഇൻഷായിലാണ്. നമ്മൾ ഒരാൾ വിളിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് യാ സെയ്ദ് എന്ന് പറഞ്ഞാൽ ഓൻ്റെ ഇങ്ങോട്ട് വരാനാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ അവന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. തഅജ്ജുബ് ഇതൊക്കെ ഇൻഷായിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം 117. റത്തിബിൽ മുസ്തലഹാത്തിൽ ബലാഗിയൽ മദ്കൂറാദിന, ബലാഗയിലുള്ള പദങ്ങളാണ്. ഇത് ഹസ്ബ തെർത്തിബി ദിറാസത്തി ഇൽമുൽ ബലാഗ, ഇൽമുൽ ബലാഗ പഠിക്കുന്നതിൻ്റെ ക്രമം അനുസരിച്ച് ആണ് ഓർഡർ ആക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇൽമുൽ ബലാഗ എന്ന് പറഞ്ഞാൽ 3 ഭാഗമാണല്ലോ. ഇൽമുൽ ബലാഗ, ഇൽമുൽ മആനി, അത് കഴിഞ്ഞാൽ പിന്നെ ഇൽമുൽ ബയാൻ, ഇൽമുൽ ബയാൻ കഴിഞ്ഞാൽ പിന്നീട് ഇൽമുൽ ബദിയ. ഇങ്ങനെയാണ് ഇൽമുൽ ബലാഗയുടെ ക്രമം. ഇൽമുൽ ബദി അത് എല്ലാ പുസ്തകത്തിലും ചിലപ്പോൾ ഈ ക്രമം തന്നെ പാലിച്ചോണമെന്നില്ല, പക്ഷേ ശരിയായ ഒരു ബലാഗയുടെ ക്രമതാണ്. നമ്മുടെ ബലാഗത്തിൽ വാദിഹയിൽ ആദ്യം ഇൽമുൽ ബയാനാണ് വരുന്നത്, പിന്നീടാണ് ഇൽമുൽ മആനി വരുന്നത്. പക്ഷേ ഇൽമുൽ ബലാഗ പഠിക്കുന്ന അല്ലെങ്കിൽ ഇൽമുൽ ബലാഗയുടെ ഒരു ക്രമം എന്ന് പറയുന്നത് ഈ ഒരു ക്രമമാണ്. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആശയം എങ്ങനെ തെറ്റാതെ ഈ ആശയം വാക്കുകളിലൂടെ പ്രതിഫലിപ്പിക്കാം. അവിടെ അമ്രാണോ കൊടുക്കേണ്ടത്, അവിടെ നെഹിയാണോ കൊടുക്കേണ്ടത്, ഖബറാണോ കൊടുക്കേണ്ടത്. ഖബറാകുമ്പോൾ തന്നെ തെക്കീത് വേണോ, തെക്കീത് 2 എണ്ണം വേണോ, ഇന്ന സെയ്ദുൻ ഖായിമുൻ എന്ന് പറയുന്നതും ഇന്ന സെയ്ദൻ ഖായിമുൻ എന്ന് പറയുന്നതും ഇന്ന സെയ്ദൻ ല ഖായിമുൻ വല്ലാഹി ഇന്ന സെയ്ദൻ ല ഖായിമുൻ ഇത് പറയുന്നതൊക്കെ വ്യത്യസ്ത കോണ്ടെക്സ്റ്റിലാണ്. അപ്പോൾ ഈ ആശയം എങ്ങനെയാണ് ശരിയായ രീതിയിൽ ലഫ്ലുകളിലൂടെ ഫലിപ്പിക്കേണ്ടത് എന്നതാണ് ഇൽമുൽ മാനിയുടെ ചർച്ച. ഓക്കെ, നമ്മളൊരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ആ വീടിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ ആക്കുന്ന പോലെ ആ വീടിൻ്റെ കല്ല്, പിന്നെ അതിൻ്റെ തറ, അതിൻ്റെ ചുമരുകൾ, അതിൻ്റെ അതിൻ്റെ കോൺക്രീറ്റ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെയാണ് ഇൽമുൽ മാനി. എന്ന് വെച്ചാൽ ഈ ആശയത്തെ പദങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ആശയത്തിന് അനുസൃതമായ പദങ്ങളാവണം. അതൊക്കെയാണ് ഇൽമുൽ മാനിയുടെ ചർച്ച. അവിടെ ഇനി ഈജാസ്, ഇത്നാബ്, മുസാവാത്ത്, അതിൻ്റെ എത്ര പദങ്ങൾ വേണം, എത്ര സിമെൻറ്റ് വേണം, എത്ര കല്ല് വേണം, ഇതൊക്കെയാണ് ഇൽമുൽ മാനിയുടെ ചർച്ച. ഈജാസ്, ഇത്നാബ്, മുസാവാത്ത്. ഫസിൽ, വസിൽ, എവിടേക്കാണ് ജോയിൻറ്റ് കൊടുക്കേണ്ടത്, ജോയിൻറ്റ് എവിടേക്ക് കൊടുക്കാതിരിക്കണം, ഖസർ, ഇതൊക്കെയാണ് ഇൽമുൽ മാനിയുടെ ചർച്ച വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ ഈ ആശയത്തെ എങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിശദീകരിച്ചെടുക്കാൻ പറ്റും. ധീരനാണ് എന്നുള്ളത്, ധീരനാണെന്ന് പറയുമ്പോൾ ആ ഇമ്പാക്റ്റ് എങ്ങനെയൊക്കെ ആ കേൾക്കുന്ന ആൾ ശ്രോതാവിൽ അതിൻ്റെ തഅ്സീർ ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള വ്യത്യസ്ത ബയാൻ വിശദീകരിക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ അവിടെ തശ്ബീഹ് ചേർത്ത് കൊടുത്താൽ നല്ലതാവും. ഇസ്തിആറത്ത്, മജാസ് മുർസൽ, കിനായത്ത്, ഇതൊക്കെയാണ് ഇൽമുൽ ബയാനിൽ വരുന്ന സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഒന്നുകൂടെ ആ വീടിനെ ഉഷാറാക്കിയിട്ട് അതിൻ്റെ തേപ്പ്, അതിൻ്റെ എന്താ പറയുക വീട്ടിൻ്റെ പ്ലാസ്റ്ററിങ്, പിന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് കാര്യങ്ങൾ, ഇതൊക്കെ ഇൽമുൽ ബയാനായി. ഇപ്പോൾ സാധനം പെർഫെക്റ്റ് ആണ്. പിന്നെ ഇനി തേപ്പ്, പെയിൻ്റ് അടി ഒക്കെ കഴിഞ്ഞു ഇൽമുൽ ബയാനിൽ. ഇൽമുൽ ബദിയയിലേക്ക് വരുന്ന സമയത്ത് ഇതിനെ കൂടുതൽ മനോഹരമാക്കാനും എന്ന് വെച്ചാൽ നല്ലൊരു ഇൻറ്റീരിയർ ചെയ്ത് ലൈറ്റ്, ബൾബുകൾ, കാര്യങ്ങൾ, പിന്നെ ബെഡ്റൂമിൻ്റെ ഡിസൈന്, ഈ ഇൻറ്റീരിയർ വർക്കുകൾ, ഇതാണ് ഈ ഇൽമുൽ ബദിയിൽ. മുഹസനാത്ത് ലഫ്ലിയാകും, മുഹസനാത്ത് മാനവിയാകും ഇൽമുൽ ബദിയിൽ ഉണ്ടാകുന്നത്. ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബലാഗയിൽ ശരിയായ ക്രമം എന്ന് പറയുന്നത്. പക്ഷേ പല പുസ്തകങ്ങളിലും ചിലപ്പോൾ ഇൽമുൽ ബയാൻ ആദ്യം വരും, അത് കുറച്ച് കൂടുതൽ പഠിക്കാനുള്ളതാണ്, അത് പഠനക്രമം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൽമുൽ ബലാഗയുടെ ക്രമം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ മുമ്പ് ഒരു മുഖദ്ദിമുണ്ട്, ഒരു ആമുഖം നമ്മൾ പഠിക്കും. ഈ ആമുഖത്തിലാണ് നമ്മൾ എന്താണ് ഫസാഹത്ത്, എന്താണ് ബലാഗത്ത്. ഫസീഹ ആവണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ നിബന്ധനകളാണ് പാലിക്കേണ്ടത്. സലാമത്തുഹു മിന തഅഖീദിൽ ലഫ്ളി വ തഅഖീദിൽ മഅനവി മിനൽ ഖറാബത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുഖദ്ദിമ, ഫസാഹത്ത് എന്താണെന്നൊക്കെ പഠിക്കുന്ന. അപ്പോൾ ഈ പ്ലാന് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ ഈ മുഖദ്ദിമയെക്കുറിച്ച്. അപ്പോൾ കിനായത്ത് എന്നുള്ളത് എവിടെ വരുന്നതാണ്? ബയാനിൽ വരുന്നതാണ്. തിബാഖ് അത് ബദിയയിൽ വരുന്നതാണ്. ഇൻഷാ അത് മഅനിയിൽ വരുന്നതാണ്. പിന്നെ തഅഖീദ് മാനവി, ആശയത്തിന് കെട്ടിക്കൊടുക്കുന്നുണ്ടാവുക, തഅഖീദ് ലഫ്ളി, ഇതൊക്കെ വരുന്നത് മുഖദ്ദിമയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ക്രമം എന്ന് പറഞ്ഞാൽ ആദ്യം ബ വരണം, പിന്നെ ഹംസ, ബ ഹംസ, പിന്നീട് ദാല് ബയാന്, അവസാനം ബദിയ. ഇതാണ് ശരിയായ ഉത്തരം. ബലാഗ പഠിക്കുന്നതിൻ്റെ ക്രമം അനുസരിച്ച് എന്ന് പറയുമ്പോൾ. 138 ചോദ്യം.
അദീബുൻ മഅറൂഫുൻ വ നായിബുൻ ബർലമാനിയുൻ. പ്രസിദ്ധനായ സാഹിത്യകാരനാണ് നായിബുൻ ബർലമാനിയുൻ. ഇദ്ദേഹം ഒരു പാർലമെന്റേറിയൻ ആയിരുന്നു. വഉളുബുൻ ഫി മജ്ലിസ് ഷുയൂഖ്. മജ്ലിസ് ഷുയൂഖ് പറഞ്ഞ സെനറ്റ് അംഗമായിരുന്നു. സെനറ്റ് അംഗം കൂടിയായിരുന്നു അദ്ദേഹം. മജ്ലിസ് ഷുയൂഖ്. ഹാജമ മുആഹദത സ്വദാഖ. സൗഹൃദ കരാറിനെ അദ്ദേഹം എതിർത്തു. അല്ലത്തി വഖ അലൈഹ മുസ്തഫ നഹാസ്. മുസ്തഫ നഹാസ് ഈജിപ്തിൻ്റെ റഈസുൽ വുസറ, പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്ന സൗഹൃദ കരാറ് ബ്രിട്ടീഷുകാരുമായി, ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സൗഹൃദ കരാറായിരുന്നു. 1936 എതിർത്തിട്ടുണ്ടായിരുന്ന സാഹിത്യകാരൻ ആരാണെന്നാണ്. ഈ സാഹിത്യകാരനെ കുറിച്ച് പറയുന്നത് അൽ ബർലമാനിയു സായിർ എന്നതാണ്. അൽ ബർലമാനി, ബർലമാനി എന്ന് പറഞ്ഞാൽ പാർലമെന്റേറിയനാണ്. അസായിർ, വിപ്ലവകാരിയായ പാർലമെന്റ്. എന്ത് അനിഷ്ടകരമായ അല്ലെങ്കിൽ സത്യത്തിനോ നീതിക്കോ നിരക്കാത്ത കാര്യമുണ്ടെങ്കിലും അദ്ദേഹം ശബ്ദിച്ചിരുന്നു. അദ്ദേഹമാണ് അബ്ബാസ് മഹ്മൂദ് അഖാദ്. അബ്ബാസ് മഹ്മൂദ് അഖാദ്. അബ്ബാസ് മഹ്മൂദ് അഖാദ് പാർലമെന്റേറിയൻ ആയിരുന്നു. മുമ്പൊരിക്കൽ ഇത് 1930 ഒരു പാർലമെന്റ് രാജാവിൻ്റെ കൽപ്പന പ്രകാരം ഒരു പാർലമെൻറ്റ് അമെൻഡ്മെൻറ്റ്, ഭരണഘടന അമെൻഡ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അദ്ദേഹം ശക്തമായി എതിർക്കുകയും അതിൻ്റെ പേരിൽ 9 മാസം ജയിലിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് 1936 അദ്ദേഹത്തിന് ഈ ഒരു സംഭവം നടക്കുന്നത്. മുസ്തഫ നഹാസ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സൗഹൃദ കരാറ്, അതിനും ഇദ്ദേഹം ശക്തമായി എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അബ്ബാസ് മഹ്മൂദ് അഖാദാണ്. അബ്ബാസ് മഹ്മൂദ് അഖാദ് 889 മുതൽ 964 വരെയാണ് അബ്ബാസ് അഖാദ്. അദ്ദേഹം ജനിച്ചത് ഉസ്വാൻ, ഈജിപ്തിൽ തന്നെ ഉസ്വാനിലാണ് ജനനം. പിന്നെ മരണപ്പെട്ടത് അദ്ദേഹം കൈറോയിലാണ്, അൽ ഖാഹിറ. പിന്നെ ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ട് ആസിബൻ ലം യതസവ്വജ്, വിവാഹം കഴിച്ചിട്ടില്ല. 964 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. പിന്നെ ഇദ്ദേഹം അൽ മആരിക്കുൽ അദബിയ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്ത സാഹിത്യ സംഘടനകൾ പലരുമായിട്ട്, അഹമ്മദ് ഷൗക്കിയായിട്ടുണ്ടായിരുന്നു. അഹമ്മദ് ഷൗക്കിയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ദീവാൻ എന്നുള്ള പുസ്തകം, സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ദീവാൻ. അതിൻ്റെ ഫസ്റ്റ് വോള്യം ഇദ്ദേഹം അഹമ്മദ് ഷൗക്കിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ത്വാഹ ഹുസൈനായിട്ട് സംഘടന ഉണ്ടായിരുന്നു. ഫൽസഫത്ത് അബുൽ അല അൽ മഅരി. റാഫി ആയിട്ടുണ്ടായിരുന്നു ഫിക്രത്ത് ഇജാസുൽ ഖുർആൻ വിഷയത്തിൽ. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദീവാൻ്റെ പേരാണ് യഖ്ലത്തു സ്വബാഹ്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് അറബിയിലേക്ക് റൊമാൻറ്റിസിസം എന്നുള്ളത് കടന്നിട്ടുള്ള ആൾ. യഖ്ലത്തു സ്വബാഹ് ഇദ്ദേഹത്തിൻ്റെ ദീവാനാണ് ആദ്യത്തേത് കേട്ടോ, ഫസ്റ്റ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ദീവാൻ്റെ പേരാണ് മാ ബഅദൽ ബുഅദ്. മാ ബഅദൽ ബുഅദ് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ ലാസ്റ്റ് ദീവാനാണ്. പിന്നെ സാഹിബുൽ അബഖരിയാത്ത്, അബഖരിയത്ത് എന്നുള്ള പേരിൽ ധാരാളം അബഖരിയത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബഖരിയത്ത് സിദ്ദീഖ്, ഉമർ എന്നുള്ള പേരിലൊക്കെ ഇദ്ദേഹത്തിന് അബഖരിയാത്ത് ലഭ്യമാണ്. 139ാമത്തെ ചോദ്യം. അൽ ഹരീരി കാത്തിബുൻ മുക്സിറുൻ. അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട് ഗദ്യം. ഷാഇറുൻ മുഖില്ലുൻ, അല്പം മാത്രമേ ഉള്ളൂ കവിതകൾ. മിസ്ൽ അൽ ഹമദാനി, ഹമദാനിയെ പോലെ ആണ്. ശരിയാണ്, അതുവരെ പറഞ്ഞത് ശരിയാണ്. ഇനി ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇതിപ്പോൾ ഹരീരിയെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ലഹു ഹംസൂന മക്കാമ, അദ്ദേഹത്തിന് 50 മക്കാമുകളുണ്ട്. 50 മക്കാമുകളാണ് ഹരീരിക്കുള്ളത്. ശരിയാണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ ഹുവ മിൻ മുആസിരിൽ ഹമദാനി, ഹമദാനിയും ഇദ്ദേഹം സമകാലക്കാരനായിരുന്നു. തെറ്റാണ്. അല്ലദീ കതബ 40 മക്കാമൻ, ഹമദാനി അല്ലദീ കതബ 40 മക്കാമൻ, ഹമദാനി 40 മക്കാമിയാണ് എഴുതിയിട്ടുള്ളത്. തെറ്റാണ്. അദ്ദേഹം ഹമദാനിയുടെ സമകാലക്കാരനല്ല. ഹമദാനിയാണ് ആദ്യമായിട്ട് ഈ മക്കാമാത്ത് സ്ഥാപിച്ചത്. പിന്നീട് അതിന് ശേഷം വന്ന ആളാണ് ഹരീരി എന്നത്. പിന്നെ ബത്തലുഹു അബുൽ ഫതഹ് അൽ ഇസ്കന്ദരി, അബുൽ ഫതഹ് അൽ ഇസ്കന്ദരി അദ്ദേഹത്തിൻ്റെ ബത്തലാണല്ല. അപ്പോൾ ഇതേ ക്വസ്റ്റ്യന് ഈ പേപ്പറിൽ തന്നെ മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ മാച്ച് ദ ഫോളോവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബത്തൽ റാവി രണ്ടാളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബത്തലുഹു അബുൽ ഫതഹ് അൽ ഇസ്കന്ദരി അല്ല, ഇദ്ദേഹത്തിൻ്റേത് അബൂ സൈദ് സറൂജിയാണ്, ഹരീരിയുടേത്. യന്തമീല മദീനത്തെ അസ്കലാൻ, അസ്കലാൻ അല്ല, അസ്കലാനുള്ളത് ഖാദിൽ ഫാദിലായിരുന്നു. അസ്കലാൻ ബിൽ മിലാദി ഫലസ്തീൻ. ഓക്കെ, അപ്പോൾ ഹരീരി രണ്ടും സമകാലക്കാരനല്ല. ഹരീരി 446 മുതൽ 516 വരെ ആയിരുന്നു ഹരീരി. അതേസമയത്ത് ഹമദാനി കേട്ടോ ഇവിടെ, അൽ ഹമദാനി 352, ഇദ്ദേഹമാണ് മുഖ്തരി ഉൽ മക്കാമാത്ത്. 352 മുതൽ 398 രണ്ടാമത് സമകാലക്കാരൻ, കുറേ ലേറ്റസ്റ്റ് ആണ് ഹരീരി. പിന്നെ ഹരീരിയുടെയൊക്കെ ആകെ 50 മക്കാമകളാണ് ഹരീരിയുടേത്. ഹമദാനിക്ക് 400 മക്കാമകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്.
പക്ഷേ 400-ൽ നിന്ന് പലതും നഷ്ടപ്പെട്ടു പോയി. 52 മാത്രമാണ് ശേഷിച്ചത്. 400 52 മാത്രമാണ് അവശേഷിച്ചത്. മഖാമാത്തുൽ ഹമദാനി എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്, മഖാമാത്തുൽ ഹമദാനി. ഈ മഖാമാത്തുൽ ഹമദാനി ഇതാണ് ആദ്യത്തെ മക്കാമയുടെ ഗ്രന്ഥം. ഈ ഹമദാനി ഈ ഗ്രന്ഥത്തിൽ 51 മക്കാമകളാണുള്ളത്. ഇതിൽ നിന്നുള്ള 1 ബോധപൂർവം ഒഴിവാക്കിയിട്ടുണ്ട്. മുഹമ്മദ് അബ്ദു ആണ് ഇതിന് ഷർഹ് ചെയ്തിട്ടുള്ളത്. മക്കാമാത്തുൽ ഹമദാനി, മക്കാമാത്ത് ബദീ ഇസ്മാൽ ഹമദാനി, ഇത് മുഹമ്മദ് അബ്ദു, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ആണ് ഇതിന് ഷർഹ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ബോധപൂർവം പറയുന്നുണ്ട്, ഞാൻ 52 ഉണ്ടായിരുന്നു, അത് ഞാൻ 1 ബോധപൂർവ്വം ഒഴിവാക്കിയതാണ്. അദ്ദേഹം പറയുന്നുണ്ട് 400 ഉണ്ടായിരുന്നു, 400 കുറേ നഷ്ടപ്പെട്ടു പോയി. പിന്നെ ലഭ്യമായത് തന്നെ പലതും ഈ എഴുത്തുന്ന ആളുകൾ അത് വക്രീകരിച്ച് അതിൽ അവരുടേതായ പലതും ആശയ ചോർച്ചകളൊക്കെ സംഭവിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന്. ഹരീരിയുടെ നാട് ബസ്രയായിരുന്നു. ബസ്ര, മഷാൻ, ഖരിയത്ത് മഷാൻ എന്ന് പറയുന്ന ബസറയിലെ ഗ്രാമത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. മരണം ബസ്രയിൽ തന്നെയാണ്. പിന്നെ ഇദ്ദേഹം സാഹിബുൽ ഖബർ എന്ന് പറയുന്ന ഒരു തസ്തിക ഉണ്ട് ഖിലാഫത്തിൽ, ഫി ദീവാൻ അൽ ഖിലാഫയിൽ. സാഹിബുൽ ഖബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾ. അപ്പോൾ അത് ഹരീരി സാഹിബുൽ ഖബർ എന്നുള്ള തസ്തികയിൽ അദ്ദേഹം അവരോധിക്കപ്പെട്ടിരുന്നു. ഹമദാൻ എന്നുള്ള ഇറാൻ എന്നുള്ള സ്ഥലത്താണ് ഹമദാനി. അടുത്ത ചോദ്യം 140-ാമത്തെ ചോദ്യം. മാ അദദുൽ ജവാഹിർ അല്ലത്തി യശ്തമിൽ അലൈഹ കിതാബു അൽ ഇഖ്ദുൽ ഫരീദ് എന്ന ഇബ്നു അബ്ദുർ റബ്ബയുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന് അദ്ദേഹം ഇഖ്ദുൽ ഫരീദ് എന്ന് പേരിട്ടത് ബോധപൂർവം പേരിട്ടതാണ്. ഈ ഗ്രന്ഥത്തിന് അദ്ദേഹം ഓരോ ചാപ്റ്ററുകൾക്കും ഓരോ മുത്തുകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തം 25 ചാപ്റ്ററാണുള്ളത്. 25 ചാപ്റ്ററിനും ഓരോ മുത്തുകളുടെ പേരാക്കിയിട്ട് അറബിയിലുള്ള ഒരു ഐഡിയൽ മാല, ഈ സ്ത്രീകൾ കഴുത്തി ധരിക്കുന്ന മാല. ഈ മാലയിൽ ഏറ്റവും നല്ല മനോഹരമായ ഒരു മാലയിൽ 25 മുത്തുകളാണ് ഉണ്ടാവുക. 25 മുത്തുകൾ അതിൻ്റെ ഏറ്റവും മധ്യത്തിലുള്ള അതിനാണ് ഏറ്റവും വിലപിടിപ്പുള്ള നമ്മുടെ ലോക്കറ്റ്, ആ ഒരു സ്ഥാനത്തുള്ള അൽ ഹബ്ബത്തുൽ വുസ്ത മിഡിലുള്ളത്. പിന്നെ അതിൻ്റെ പുറത്ത് 12 ഇപ്പുറത്ത് 12. ഇതാണ് ഒരു മാലയുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇഖ്ദ് എന്ന് പറഞ്ഞാൽ മാല എന്നാണ്. അൽ ഇഖ്ദുൽ ഫരീദ്, അതുല്യമായ മാല എന്നുള്ളതാണ് അദ്ദേഹം ഇതിന് നൽകിയിട്ടുള്ള പേര്. ആ മാലയിലെ ഓരോ മുത്തുകളാണ് ഇതിലുള്ള ഓരോ ചാപ്റ്ററുകളായിട്ട് അദ്ദേഹം പേര് കൊടുത്തിട്ടുള്ളത്. സബർജദ്, യാഖൂത്ത്, മർജാൻ, ജുമാന, സുമറദ, ജൗഹറ, ഇങ്ങനെയാണ് അദ്ദേഹം ഇതിലുള്ള ഓരോ ചാപ്റ്ററിനും പേര് നൽകിയിട്ടുള്ളത്. ഇഖ്ദുൽ ഫരീദ് എന്നുള്ള ഗ്രന്ഥത്തെക്കുറിച്ച് മുമ്പ് പരാമർശിക്കപ്പെട്ടതാണ്. ഇതിനെക്കുറിച്ച് സാഹിബ് ഇബ്നു അബ്ബാദ് എന്നുള്ള മന്ത്രി പറഞ്ഞതാണ്, ഹാദിഹി ബിളാഅതുനാ റുദ്ദത് ഇലൈനാ. ഹാദിഹി ബിളാ, ഈ ഗ്രന്ഥം അദ്ദേഹത്തിന് ലഭിച്ച സമയത്ത് അദ്ദേഹം പറയാം, ഇത് നമ്മുടെ ചരക്കാണ്. ഇദ്ദേഹം ഒരു ഇഖ്ദുൽ ഫരീദ് ഈ സ്പെയിനുകാരനാണ്. മഗ്രിബ്, പാശ്ചാത്യ ലോകത്തുള്ള ഒരു ഭാഗമാണ് സ്പെയിൻ. ഇദ്ദേഹം പറയുകയാണ്, ഇത് നമ്മുടെ അറബികളുടെ ചരിത്രമാണ്, അറബികളുടെ സാഹിത്യമാണ് ഈ ഇഖ്ദുൽ ഫരീദിലുള്ളത്. ഹാദി ബിളാഅതുന, നമ്മുടെ ചരക്കാണ്. റുദ്ദത്തിലേന, നമുക്കിപ്പോൾ തിരികെ ലഭിച്ചിരിക്കുന്നു ഇതിലൂടെ. വനൻതു അന്ന ഹാദൽ കിതാബ് യശ്തമിലു അലാ ശൈഇൻ മിൻ അഖ്ബാരി ബിലാദി, അവരുടെ നാട്ടിലെ വർത്തമാനമായിരിക്കും ഇതിനകത്തുള്ളത് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്ന് വെച്ചാൽ ഈജിപ്ത്, സ്പെയിനിൻ്റെ, പാശ്ചാത്യ ലോകത്തിൻ്റെ സംഭവങ്ങളായിരിക്കും ഇതിലുള്ളത് എന്ന്. വഇന്നമാ ഹുവ മുസ്തമിലുൻ അലാ അഖ്ബാരി ബിലാദിന, മറിച്ച് ഇത് നമ്മുടെ നാട്ടിൻ്റെ അറബികളുടെ ചരിത്രവും ഷർക്കിൻ്റെ, ഈസ്റ്റിൻ്റെ ചരിത്രവും സംഭവങ്ങളും സാഹിത്യവുമാണ് ഇതിലെ ഉള്ളടക്കമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് സാഹിബ് ഇബ്നു അബ്ബാദ് ഇതിനെക്കുറിച്ച് പ്രശംസാവാക്കുകൾ. നമ്മുടെ UGC നെറ്റ് പേപ്പറിൻ്റെ 51-ാമത്തെ ചോദ്യം മുതൽ 140-ാമത്തെ ചോദ്യം വരെയാണ് വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് നമ്മൾ വിശകലനം ചെയ്തത്. 50 വരെയുള്ളത് ജനറൽ പോർഷൻ ആയിരുന്നു. 51 മുതൽ 150 വരെയാണ് അറബിക് പോർഷൻ. 140 വരെയുള്ളതാണ് നമ്മൾ വിശകലനം നടത്തിയത്. 141 മുതൽ ഇനി 150 വരെയുള്ള ചോദ്യം അത് റീഡിംഗ് കോംപ്രഹെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ തൊട്ടടുത്ത ഭാഗത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ റീഡിംഗ് കോംപ്രഹെൻഷൻ അല്ലാത്ത മറ്റുള്ള മുഴുവൻ ചോദ്യങ്ങളും 51 മുതൽ 140 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പരാമർശിച്ചത്. ഇത് ഓരോരുത്തരുടെയും പേപ്പറിൽ വ്യത്യസ്ത ക്രമത്തിലായിരിക്കാം, നമ്മൾ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. എന്നാലും ഇതിനകത്തുള്ള 90 ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വിശകലനം നടത്തി കഴിഞ്ഞത്. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.